ശ്രീ പരമാത്മനേ നമഃ. വിശ്വരൂപ ദർശന യോഗം എന്ന 11-ാം അധ്യായത്തിലെ 24-ാമത്തെ ശ്ലോകം. നഭസ്പൃശം ദീപ്തമനേകവർണം വ്യാപ്താനനം ദീപ്ത വിശാല നേത്രം ദൃഷ്ട്വാ ഹി ത്വാം പ്രവ്യതിതാന്തരാത്മാ ധൃതിം ന വിന്ദാമി ശമം ച വിഷ്ണു. നഭസ്പൃശം ആകാശം മുട്ടുന്ന ഉയരമുള്ളവനും, ദീപ്തം അനേകവർണം പല വർണ്ണങ്ങളിൽ വെട്ടിത്തിളങ്ങുന്നവനും, വ്യാപ്താനനം തുറന്ന വായോട് കൂടിയവനും, ദീപ്ത വിശാല നേത്രം ജ്വലിക്കുന്ന വലിയ കണ്ണുകളോട് കൂടിയവനുമായ ത്വാം ദൃഷ്ട്വാഹി അങ്ങയെ കണ്ടിട്ടാകട്ടെ പ്രവ്യതിതാന്തരാത്മാ ഭയം കൊണ്ട് എന്റെ മനസ്സ് കിടിലം കൊള്ളുന്നു. ധൃതിം ശമം ച ധൈര്യവും സമാധാനവും ന വിന്ദാമി എനിക്കില്ലാതായിരിക്കുന്നു. ആകാശം മുട്ടി വളർന്നു നിൽക്കുന്നവനും, തേജസ് കൊണ്ട് ജ്വലിച്ചു നിൽക്കുന്നവനും, പല നിറങ്ങൾ ഇടകലർന്ന് കാണപ്പെടുന്നവനും, തുറന്നിരിക്കുന്ന വായോട് കൂടിയവനും, ജ്വലിക്കുന്ന വിശാലമായ കണ്ണുകളോട് കൂടിയവനുമായ അങ്ങയെ കണ്ടിട്ട് തന്നെ ഹൃദയം വല്ലാതെ പരിഭ്രാന്തമായി ധൈര്യം കൈക്കൊള്ളാൻ കഴിയുന്നില്ല. സമാധാനവും തീരെ വരുന്നില്ല. പാകപ്പെടാത്ത ഹൃദയത്തിന് വിശ്വരൂപ ദർശനം അധിക നേരം താങ്ങാൻ സാധ്യമല്ല. ദേശം എന്ന പോലെ കാലവും അവിടെ അത്യന്തം ചുരുങ്ങുന്നു. അതു നിമിത്തം സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊക്കെ ഏതാണ്ട് ഒരുമിച്ച് നടക്കുന്നു എന്നാണ് അനുഭവം. അപ്പോൾ തന്റെ നിലനിൽപ്പും പെട്ടെന്ന് അവസാനിച്ചു പോകുമോ എന്നാണ് ഭയം. സ്വന്തം വ്യക്തിത്വം കൈവിടാനുള്ള ഭയമാണല്ലോ ഭയം എന്ന് യഥാർത്ഥത്തിൽ പറയുന്നത്. അതുകൊണ്ടാണ് അർജുനൻ ധൈര്യമില്ല, സമാധാനമില്ല എന്നൊക്കെ നിലവിളിക്കാൻ ആരംഭിച്ചിരിക്കുന്നത്. പ്രസിദ്ധ രാജവംശത്തിൽ ജനിച്ച വീരക്ഷത്രിയനായ അർജുനന് ഭയമോ അതൊരു പോരായ്മയല്ലേ എന്നോർത്തിട്ടാവാം അർജുനൻ വിരാട് രൂപത്തിന്റെ ഉഗ്രത തന്നെ ചൂണ്ടിക്കാട്ടി ഭയകാരണം വ്യക്തമാക്കുന്നത്. ഭഗവാനെ, ആകാശം മുട്ടി നിൽക്കുന്ന അങ്ങ് വിവിധ നിറങ്ങളിൽ വെട്ടിത്തിളങ്ങുന്നു. അങ്ങയുടെ കണ്ണുകളാകട്ടെ തീക്കനൽ പോലെ ജ്വലിക്കുകയും ചെയ്യുന്നു. എല്ലാം വിഴുങ്ങത്തക്ക നിലയിൽ വായ പൊളിച്ചുകൊണ്ടാണ് നിൽപ്പ്. ദേവന്മാരെ പോലും ചകിതരാക്കുന്ന ഈ ഉഗ്രരൂപം കണ്ടിട്ട് ഹേ വിഷ്ണു, എന്റെ മനം പതറുന്നു, ധൈര്യം നഷ്ടപ്പെടുന്നു, എനിക്ക് ഒട്ടും സമാധാനമില്ല. ഈ സന്ദർഭത്തിൽ ഹേ വിഷ്ണു എന്നാണ് സംബോധന ചെയ്തിരിക്കുന്നത്. വിശ്വവ്യാപിയായ ഭഗവാനെ എന്നാണ് അർജുനൻ ഭഗവാനെ സംബോധന ചെയ്തിരിക്കുന്നത്. അർജുനന്റെ അന്തർദൃഷ്ടിയിൽ തെളിഞ്ഞു കണ്ട ഈ ദിവ്യ ഭാവനാരൂപം പരമ്പൊരുളിന്റെ പ്രപഞ്ച രൂപത്തിലുള്ള സ്ഥൂലഭാവമാണ്. ആ പ്രപഞ്ചാകാരത്തിലുള്ള സ്ഥൂലഭാവമാണ്. നാമരൂപാത്മകമായ ജഗത്തായി പ്രതിഭാസിക്കുന്നത് നാമരൂപാതീതമായ ബ്രഹ്മം തന്നെയാണ്. അർജുനൻ ഭയകാരണം ഒന്നുകൂടി വ്യക്തമാക്കുകയാണ് 25-ാമത്തെ ശ്ലോകത്തിൽ. 25-ാമത്തെ ശ്ലോകം. ദംഷ്ട്രാകരാളാനി ചാതേ മുഖാനി ദൃഷ്ട്വൈവ കാലാനല സന്നിഭാനി ദിശോ ന ജാനേ ന ലഭേ ച ശർമ്മ പ്രസീദ ദേവേശ ജഗന്നിവാസ. ദംഷ്ട്രാകരാളാനി ദംഷ്ട്രകൾ കൊണ്ട് ഭയങ്കരങ്ങളും, കാലാനല സന്നിഭാനി കാലാഗ്നി പോലിരിക്കുന്നവനുമായ, തേ മുഖാനി ദൃഷ്ട്വ ഏവ അങ്ങയുടെ വായകൾ കണ്ടിട്ട് തന്നെ, ദിശഹ ന ജാനേ ദിക്കുകൾ അറിയുന്നില്ല, എനിക്ക് ദിക്കുകൾ അറിയുന്നില്ല, ശർമ്മ ന ലഭേച്ഛ മനസ്സമാധാനം കിട്ടുന്നുമില്ല, ദേവേശ ജഗന്നിവാസ ഭഗവാനെ പ്രസീദ പ്രസാദിച്ചാലും. സകല ദേവന്മാരുടെയും പ്രഭുവായ അല്ലയോ ഭഗവൻ, അങ്ങയുടെ വീരപ്പല്ലുകൾ കൊണ്ട് നിറഞ്ഞ് ഭയാനകങ്ങളും ലോകത്തെ മുഴുവൻ ഭക്ഷിക്കാൻ ജ്വലിച്ചുയരുന്ന പ്രളയകാലാഗ്നികൾ പോലെ
തേജോമയങ്ങളുമായ മുഖങ്ങൾ കണ്ടതുകൊണ്ട് തന്നെ ദിക്കുകളൊന്നും തിരിച്ചറിയാൻ കഴിയാതെയായിരിക്കുന്നു. യാതൊരു സ്വസ്ഥതയും തോന്നുന്നില്ല. ജഗത്ത് മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന അല്ലയോ ഭഗവാൻ, എന്നിൽ പ്രസന്നനായി ഭവിച്ചാലും. ഈ കാഴ്ച അവസാനിപ്പിക്കണേ എന്നാണ് അർജുനന്റെ പ്രാർത്ഥന. അതല്ലെങ്കിൽ താൻ ഉൾപ്പെടെ എല്ലാം നഷ്ടമായി പോകുമെന്നാണ് അർജുനന്റെ തോന്നൽ. വ്യക്തിത്വം നിലനിർത്താനുള്ള ജീവന്റെ വെമ്പലാണ് കാട്ടുന്നത്. ലോകം മുഴുവൻ പല രീതിയിൽ വിശ്വരൂപന്റെ മുഖങ്ങളിൽ വന്നടിയുന്നതായി താൻ കാണുന്നു എന്നാണ് ഇനി 30-ാമത്തെ ശ്ലോകം വരെ അർജുനൻ വിവരിക്കുന്നത്. 26-27 ശ്ലോകങ്ങൾ ഒരുമിച്ച് പറയുന്നു. അമി ചാത്വാം ധൃതരാഷ്ട്രസ്യ പുത്രാഹ സർവേ സഹൈവാപരിപാലസംഘൈഃ ഭീഷ്മോ ദ്രോണ സൂതപുത്രസ്തഥാസൗ സഹാസ്മദീയൈരപി യോധമുഖ്യൈഃ. 27-ാമത്തെ ശ്ലോകം. വക്ത്രാണി തേ ത്വരമാണാ വിശന്തി ദംഷ്ട്രാകരാളാനി ഭയാനകാനി കേചിദ്ധി ലഗ്നാ ദശനാന്തരേഷു സംദൃശ്യന്തേ ചൂർണിതൈരുത്തമാംഗൈഃ. അമി ധൃതരാഷ്ട്രസ്യ പുത്രാഹ, ഈ ധൃതരാഷ്ട്രപുത്രന്മാരും ഭീഷ്മഃ ദ്രോണഃ, ഭീഷ്മരും ദ്രോണരും അസൗ സൂതപുത്രഃ ച, ഈ കർണനും തഥാ അപ്രകാരം അസ്മദീയൈഃ യോധമുഖ്യൈഃ സഹ, നമ്മുടെ യുദ്ധവീരന്മാരോടുകൂടി സർവേ അഭി, എല്ലാവരും ത്വാം വിശന്തി, അങ്ങയെ പ്രാപിക്കുന്നു. ദംഷ്ട്രാകരാളാനി ഭയാനകാനി, കരാളദംഷ്ട്രങ്ങൾ ഉള്ളവയും ഭയങ്കരങ്ങളുമായ തേ വക്ത്രാണി, അങ്ങയുടെ വായകളിലേക്ക് ത്വരമാണാഹ വിശന്തി, ദ്രുതഗതിയിൽ ചെന്നു വീഴുന്നു. കേചിത് ചൂർണിതൈഹി ഉത്തമാംഗൈഹി, ചിലർ ഉടഞ്ഞു തകർന്ന തലകളോടെ ദശനാന്തരേഷു, പല്ലുകൾക്കിടയിൽ വിലഗ്നാഹ സംദൃശ്യന്തേ, കുടുങ്ങിക്കിടക്കുന്നതായും കാണപ്പെടുന്നു. ഈ എല്ലാ ധൃതരാഷ്ട്രപുത്രന്മാരും ഭീഷ്മരും ദ്രോണരും അതുപോലെ ഈ കർണനും രാജാക്കന്മാരുടെ സംഘങ്ങളോടൊപ്പം തന്നെ ഞങ്ങളുടെ ഭാഗത്തുള്ള പടയാളികളോടുമൊപ്പം ശീഘ്രഗതിയിൽ വീരപ്പല്ലുകൾ കാട്ടി ഘോരരൂപത്തോടെ ഭയം ജനിപ്പിക്കുന്ന അങ്ങയുടെ വദനങ്ങളിൽ കടന്ന് പ്രവേശിക്കുന്നു. പല്ലുകളുടെ ഇടയിൽ ഞെരുങ്ങി അകപ്പെട്ടുപോയ ചിലർ ശിരസ്സുകൾ പൊടിഞ്ഞ് തകർന്നു പോയവരായും കാണപ്പെടുന്നു. പരമാത്മാവിനെ സർവജ്ഞനായ സൃഷ്ടികർത്താവായും സർവശക്തനായ സ്ഥിതികർത്താവായും മാത്രമല്ല സർവഭക്ഷകനായ സംഹാരകർത്താവായും ഭാരതീയ ഋഷിമാർ പ്രകീർത്തിക്കുന്നതിലെ ഔചിത്യം സമഗ്രമായ ജീവിതത്തിന്റെ സമ്പൂർണ്ണ ദർശനത്തിന് കഴിവില്ലാത്ത, സമഷ്ടിതത്വം ഉൾക്കൊള്ളാൻ തക്കവണ്ണം ഹൃദയം വികസിച്ചിട്ടില്ലാത്തവർക്ക് ബോധിക്കാനാവില്ല. ധൃതരാഷ്ട്രപുത്രന്മാരും ഭീഷ്മരും ദ്രോണരും കർണനും നമ്മുടെ യോധമുഖ്യന്മാരുമെല്ലാം ആ സംഹാരമൂർത്തിയുടെ തുറന്ന വായിലേക്ക് ബദ്ധപ്പാടോടെ പ്രവേശിക്കുന്നതായി അർജുനൻ വീക്ഷിക്കുന്നു. ഇതുകണ്ട് അർജുനനിൽ ഭയവും വിസ്മയവും പ്രതീക്ഷയും ഒപ്പം ഉളവാകുന്നു. എണ്ണത്തിലും ആയുധബലത്തിലും യുദ്ധപാടവത്തിലും സ്വന്തം സൈന്യം ശത്രു സൈന്യത്തെ അപേക്ഷിച്ച് പിന്നിലാണെങ്കിലും യുദ്ധത്തിന്റെ പരിണിത ഫലമെന്തെന്ന് മുൻകൂട്ടി അറിയാൻ അർജുനന് ഔത്സുക്യമുദിച്ചു. ആ ദിവ്യ ദർശനം ഭാവിയിലേക്കുള്ള ഒരു എത്തിനോട്ടവും കൂടിയായിരുന്നു. സ്ഥലകൽപ്പന മാത്രമല്ല, കാലകൽപ്പനയും നീങ്ങിയ, എല്ലാം ഒരുമിച്ച് ഒരിടത്ത് ഒരേ സമയത്ത് ഒന്നിച്ചു നിൽക്കുന്ന പ്രതീതിയാണ് വിശ്വരൂപ ദർശനത്തിന്റെ സ്വഭാവം. ഭൂതവും വർത്തമാനവും ഭാവിയും അതിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ കാണാം. അതിനാൽ ഭൂതം വർത്തമാനത്തോട് ചേർന്ന് ഒന്നിച്ചു നീങ്ങി ഭാവിയിൽ ചെന്ന് ലയിക്കുന്നത് വിരാട് രൂപത്തിൽ അർജുനൻ വീക്ഷിച്ചു എന്നത് ഒരു അത്ഭുതമല്ല. സമ്പൂർണ്ണ ജഗത്ത് ഒന്നിച്ച് അന്തർദൃഷ്ടിക്ക് ഗോചരമായപ്പോൾ ഇവിടെയും അവിടെയും എവിടെയും മാത്രമല്ല, ഇന്നലെയും ഇന്നും നാളെയും ഒരിടത്ത് ഒരേ സമയത്ത് അർജുനനെ കാണാൻ കഴിഞ്ഞു. സ്ഥലവും കാലവും വിഭിന്നങ്ങളല്ല എന്ന്, അതായത് രണ്ട് സ്വതന്ത്ര ഘടകങ്ങളല്ലെന്ന് ആധുനിക ശാസ്ത്രവും സമ്മതിക്കുന്നതാണ്. സ്ഥലത്തെ കാലം കൊണ്ടും കാലത്തെ സ്ഥലം കൊണ്ടും അളക്കാറുമുണ്ട്.
സത്യവ്രതരായ സത്യാന്വേഷികൾ തങ്ങളുടെ അന്വേഷണത്തിൽ സത്യത്തിന്റെ ഭീകരമുഖം കാണുമ്പോൾ അത് തുറന്നു പറയാൻ മടിച്ചിരുന്നില്ല. സൗന്ദര്യവും വൈരൂപ്യവും നന്മയും തിന്മയും ലാളിത്യവും കാഠിന്യവും മധുരവും കയ്പും നിറഞ്ഞതാണ് ലോകം. ഈ വൈരുദ്ധ്യങ്ങളെല്ലാം ഈശ്വരന്റെ വിഭൂതികൾ തന്നെയാണെങ്കിലും നമ്മുടെ പരിമിത വീക്ഷണത്തിൽ ഉത്കൃഷ്ടങ്ങൾ എന്ന് തോന്നുന്ന സൗന്ദര്യവും നന്മയും ലാളിത്യവും മാധുര്യവും മാത്രമാണ് ഈശ്വരഭാവം എന്ന് കരുതുകയും പ്രകീർത്തിക്കുകയും ചെയ്യുന്നത് ശരിയാവില്ല. പൂർണ്ണത കണ്ട് ജ്ഞാനിയുടെ നിഷ്പക്ഷവും നിസ്സംഗവുമായ സമ്യക് ദർശനത്തിൽ ഈശ്വരൻ വൈരൂപ്യത്തിന്റെയും തിന്മയുടെയും കാഠിന്യത്തിന്റെയും കയ്പിന്റെയും കൂടി ഉറവിടമാണ്. എന്നാൽ പാരമാർത്ഥിക ദൃഷ്ട്യാ പരമ്പൊരുൾ പറയപ്പെട്ട എല്ലാ ഗുണങ്ങളിൽ നിന്നും വിലക്ഷണനാണെന്ന് വെളിപ്പെടുത്തുന്ന ശാസ്ത്രം ഏതാണോ അത് തന്നെയാണ് ഉത്തമ തത്വശാസ്ത്രം. തികച്ചും ശാസ്ത്രീയമായ രീതിയിൽ വിശ്വരൂപത്തിൽ താൻ കണ്ട ദൃശ്യങ്ങൾ, അതായത് മാരകവും ഭീകരവുമെങ്കിൽ പോലും അതേപടി തന്നെ വിവരിച്ചു തരികയാണ് അർജുനൻ ചെയ്യുന്നത്. യാഥാർത്ഥ്യ പ്രകടന ശൈലി ഗീതയുടെ സ്വഭാവമാണ്. കാലവക്ത്രത്തെ ദംഷ്ട്രാകരാളമെന്നും ഭയാനകമെന്നും വിശേഷിപ്പിച്ചത് അതിന് തെളിവാണ്. വിശ്വരൂപന്റെ സംഹാരക്രിയ തന്നെ പല രൂപത്തിലാണ്. വീരപ്പല്ലുകൾ നിറഞ്ഞ ആ വായ്ക്കകത്ത് എല്ലാവരും ഒരുപോലെയല്ല കടന്നു ചെല്ലുന്നത്. ചിലർ വലിയ ബുദ്ധിമുട്ട് കൂടാതെ അകത്ത് കടന്ന് മറയുന്നു. വേറെ ചിലർ പല്ലുകളുടെ ഇടയിൽ ഞെരുങ്ങിപ്പോകുന്നു. അവിടെ ദന്തകെട്ടനത്തിൽപ്പെട്ട് അവരുടെ തലകൾ പൊടിഞ്ഞു തകരുകയും ചെയ്യുന്നു. മരണത്തിന്റെ സമ്പ്രദായം പോലും അവരവരുടെ കർമ്മഗതിയെ ആശ്രയിച്ചിരിക്കുമെന്നാണ് താല്പര്യം. സത്യമറിയാതെ ഈശ്വരനെ മറന്ന് തന്നെ കവിഞ്ഞാരുമില്ല എന്ന് അഹങ്കരിക്കുന്നവർ കാലരൂപിയായ വിശ്വരൂപന്റെ വീരപ്പല്ലുകൾക്കിടയിൽപ്പെട്ട് തല ഞെരിഞ്ഞ് തകരുന്ന ദയനീയമായ കാഴ്ച ഈ ലോകത്ത് കണ്ണുള്ളവർക്ക് കാണാവുന്നതേയുള്ളൂ. അവർ എങ്ങനെയാണ് വിശ്വമൂർത്തിയുടെ വക്ത്രത്തിൽ പ്രവേശിക്കുന്നതെന്നാണ് ഇനി പറയുന്നത്. നദികൾ സമുദ്രത്തിൽ കടന്നു മറയുന്നത് പോലെയാണ് മറ്റു ചിലർ വിശ്വരൂപവദനത്തിൽ കടന്നു മറയുന്നത് എന്നാണ് 28ാമത്തെ ശ്ലോകത്തിലൂടെ പറയുന്നത്. 28ാമത്തെ ശ്ലോകം യഥാ നദീനാം ബഹവോംബുവേഗാഃ സമുദ്രമേവാഭിമുഖാ ദ്രവന്തി തഥാ തവാമി നരലോകവീരാഃ വിശന്തി വക്ത്രാനഭിവിജ്വലന്തി. നദീനാം നദികളുടെ ബഹവഃ അംബുവേഗാഃ പല വഴിക്കും വരുന്ന ജലപ്രവാഹങ്ങൾ യഥാസമുദ്രം അഭിമുഖാഃ ഏവ എപ്രകാരം സമുദ്രാഭിമുഖമായി തന്നെ ദ്രവന്തി തഥാ ഒഴുകിച്ചെല്ലുന്നുവോ അപ്രകാരം അമി നരലോകവീരാഃ ഈ മാനവ വീരന്മാർ അഭിവിജ്വലന്തി കത്തിജ്വലിക്കുന്ന തവ വക്ത്രാണി വിശന്തി അങ്ങയുടെ വായകളിലേക്ക് കടക്കുന്നു. പല ഭാഗത്തു നിന്നും ഒഴുകി വരുന്ന നദികളുടെ ജലപ്രവാഹങ്ങൾ സമുദ്രത്തെ തന്നെ എപ്രകാരമാണോ നേരിട്ട് പ്രവേശിക്കുന്നത്, അതുപോലെ ഈ ക്ഷത്രിയ വീരന്മാർ വിശ്വരൂപനായ അങ്ങയുടെ അഭിമുഖമായി കത്തിക്കാളിക്കൊണ്ടിരിക്കുന്ന വദനങ്ങളിൽ കടന്നു മറയുന്നു. സമുദ്രത്തെ ലക്ഷ്യമാക്കി ഒഴുകി അതിൽ ചെന്നു ചേരുന്ന നദികളുടെ ദൃഷ്ടാന്തമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓരോ നദിക്കും അത് ഒഴുകുന്ന സ്ഥലത്തിനനുസരിച്ച് പ്രത്യേക വ്യക്തിത്വമുണ്ട്. നദികൾ വഴിക്കെങ്ങും തങ്ങാതെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ഒരു നദി കടന്നു പോകുന്ന സ്ഥലങ്ങളെ ആസ്പദമാക്കി അത് ഇന്ന സ്ഥലത്തേക്കാണ് ഒഴുകുന്നതെന്ന് പറഞ്ഞാലും സമുദ്രമാണ് അതിന്റെ അന്തിമ ലക്ഷ്യമെന്നതിൽ തർക്കമില്ല. എല്ലാ നദികളുടെയും ലക്ഷ്യം സമുദ്രമാണ്. സമുദ്രത്തിൽ ചെന്നെത്തിയാൽ സ്വന്തം വ്യക്തിത്വങ്ങൾ ഇല്ലാതായി അവ ഒന്നായി തീരുന്നു. നദിയിലെ ഓരോ തുള്ളി വെള്ളവും സമുദ്രത്തിൽ നിന്ന് വന്നതാണ്. സമുദ്രജലം നീരാവിയായി പൊങ്ങി മേഘമായി പരിണമിച്ച് പർവ്വതങ്ങളിൽ തട്ടി മഴയായി വർഷിക്കുന്നു. മഴവെള്ളം കുത്തിയൊഴുകി പുഴയായി രൂപം പൂണ്ട് ഇരുകരകളിലുമുള്ള ഭൂവിഭാഗങ്ങളെ ഫലഭൂയിഷ്ടമാക്കിക്കൊണ്ട് സ്വന്തം ഉറവിടമായ സമുദ്രത്തിനു നേരെ കുതിക്കുന്നു. അതുപോലെ സർവേശ്വരനിൽ നിന്ന് പുറപ്പെട്ട ജീവന്മാർ സമൂഹത്തെ സേവിച്ചും സംസ്കാരത്തെ പോഷിപ്പിച്ചും ലോകത്തെ സമ്പന്നമാക്കിയും വഴിക്കെങ്ങും തങ്ങാതെ ജീവിതയാത്ര തുടരുന്നു. പുറപ്പെട്ട സ്ഥലത്ത് തന്നെ തിരിച്ചെത്താൻ എല്ലാവരും ബന്ധപ്പെടുകയാണ്.
സമുദ്രത്തിൽ ചെന്ന് ചേരുമ്പോൾ നദിക്ക് ഒന്നും നഷ്ടപ്പെടുന്നില്ല. ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് ലഭിച്ച പേരും വ്യക്തിത്വവും നാമരൂപങ്ങളാണ്, താൽക്കാലികം മാത്രമാണ്. ഭൂമിയെ ഫലഭൂയിഷ്ഠമാക്കാൻ സൗകര്യം എന്ന നിലയിൽ ജലരാശി കൈക്കൊണ്ട ഒരു രൂപഭേദമാണ് നദി. അത്യന്തം അനായാസമായ രീതിയിലാണ് ചില നരലോക വീരന്മാർ വിശ്വരൂപ മുഖത്തിൽ പ്രവേശിച്ച് മറയുന്നത്. നദീപ്രവാഹം സമുദ്രത്തിൽ പ്രവേശിച്ച് മറയും പോലെ ധീരമായും നിർഭയമായും സ്വധർമ്മം അനുഷ്ഠിക്കുന്നവർ മരണത്തെ അശേഷം ഭയപ്പെടുന്നില്ല. അവരാണ് നരലോക വീരന്മാർ. അവർക്ക് നിഷ്പ്രയാസം വിശ്വരൂപ വദനത്തിൽ പ്രവേശനം ലഭിക്കുന്നു. നദിക്ക് സമുദ്രപ്രവേശം ഒരു അനുഗ്രഹമായിരിക്കുന്നത് പോലെ വിശ്വരൂപ മുഖപ്രവേശം അവർക്കൊരു അനുഗ്രഹം മാത്രമാണ്. അവർക്ക് ഈ പ്രവേശം ഉയർച്ചയ്ക്ക് കാരണമായി ഭവിക്കുന്നു. നഭസ്പൃശം ദീപ്തമനേകവർണം വ്യാക്താനനം ദീപ്ത വിശാലനേത്രം ദൃഷ്ട്വാ ഹി ത്വാം പ്രവ്യഥിതാന്തരാത്മാ ധൃതിം ന വിന്ദാമി ശമം ച വിഷ്ണോ ദംഷ്ട്രാ കരാളാനി ചാതേ മുഖാനി ദൃഷ്ട്വൈവ കാലാനലസന്നിഭാനി ദിശോ ന ജാനേ ന ലഭേ ച ശർമ്മാ പ്രസീദ ദേവേശ ജഗന്നിവാസ അമീച്ചാ ത്വാം ധൃതരാഷ്ട്രസ്യ പുത്രാ സർവേ സഹൈവാവനിപാലസംഘൈ ഭീഷ്മോ ദ്രോണഃ സൂതപുത്രസ്തഥാസൗ സഹാസ്മദീയൈരഭിയോധമുഖ്യൈ വക്ത്രാണി തേ ത്വരമാണാ വിശന്തി ദംഷ്ട്രാ കരാളാനി ഭയാനകാനി കേചിത് വിലഗ്നാ ദശനാന്തരേഷു സംദൃശ്യന്തെ ചൂർണിതൈരുത്തമാംഗൈ യഥാ നദീനാം ബഹവോംഭുവേഗാ സമുദ്രമേവാഭിമുഖാ ദ്രവന്തി തഥാ തവാമി നരലോകവീരാ വിശന്തി വക്ത്രാണഭിവിജ്വലന്തി.